അസ്സലാമു അലൈക്കും. നേത്രരോഗ നിവാരണത്തിനെ പറ്റിയാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, കാഴ്ചശക്തി കുറയുക, കണ്ണ് വേദന, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ പറയുന്നത്. നേത്രരോഗങ്ങളിൽ നിന്നും ശിഫ പ്രാപിക്കാൻ സൂറത്തുൽ കഹ്ഫിൻ്റെ 22-ാമത്തെ വചനത്തെ 7 തവണ ചൊല്ലി പെരുവിരൽ കൊണ്ട് ഓതുക. ഓരോ പ്രാവശ്യവും ഓരോ സ്വലാത്തും കൂടി ഓതിയ ശേഷം ആ പെരുവിരൽ അതുകൊണ്ട് 2 കണ്ണുകളിലും നിങ്ങൾ തടവുക. അത്ഭുതകരമായ മാറ്റം കാണും. ഇത് ഫരീദുദ്ദീൻ വലിയ റളിയല്ലാഹുവിൻ്റെ ഒരു ഉപദേശമാണ്. ഏതാണ് ആയത്ത്? ഫകശഫ്ന അൻക ഗിതാഅക ഫബശറുകൽ യൗമൽ ഹദീദ് എന്ന സൂറത്തുൽ കഹ്ഫിൻ്റെ 22-ാമത്തെ വചനമാണത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് കേൾക്കുമ്പോൾ മർഹബം ബിക യാ ഹബീബി വ ഖുറത ഐനി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് തള്ളവിരലിൽ ഊതി 2 കണ്ണുകളിലും തടവുക. ഇത് ഹിളർ നബി അലൈഹിസ്സലാമിന് ഒരു പുണ്യാത്മാവിൽ നിന്ന് ഉപദേശിച്ച് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അതും നിങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നേത്രരോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ മാസപ്പിറവി കാണുന്ന ആദ്യ ദിവസം തന്നെ കാണുക. മേഘത്തിൽ കണ്ടില്ലെങ്കിലും അടുത്ത ദിവസം കാണുക. അന്നും കണ്ടില്ലെങ്കിൽ 3-ാം ദിവസം കാണുക. ഉടനെ വലത് കൈകൊണ്ട് കണ്ണിൽ തടവി ബിസ്മി ചേർത്ത് ഫാത്തിഹ 10 വട്ടം ആമീൻ ചേർത്ത് ഓതുക. പിന്നീട് ഇഖ്ലാസ് 3 വട്ടം ചൊല്ലുക. പിന്നെ 7 പ്രാവശ്യം താഴെ കൊടുക്കുന്നത് ഓതുക. ഫാത്തിഹത്തുൽ കിതാബി ഷിഫാഉം മിൻ കുല്ലി ദാഇ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ എന്ന്. പിന്നീട് യാ റബ്ബി എന്ന് 5 പ്രാവശ്യം. പിന്നീട് കവ്വ ബഷറി അല്ലാഹുമ്മ ക്ഷിഫ് അന്ത ഷാഫി അല്ലാഹുമ്മ ക്ഷിഫ് അന്തൽ കാഫി അല്ലാഹുമ്മ ആഫി അന്ത മുആഫി എന്നും കൂടി ചൊല്ലുക. ഏത് രോഗങ്ങൾക്കും ഇത് തന്നെ മതിയാകുമെന്നാണ് ഖവാസുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തുന്നത്. വെള്ളിയാഴ്ച അതുപോലെ ജുമാക്ക് മുമ്പ് സുന്നത്ത് നിസ്കരിച്ച് ഇമാം കുത്തുബ ഓതുന്നതിന് മുമ്പ് യാ ബസീർ എന്ന് 100 പ്രാവശ്യം ചൊല്ലുക. ഉമിനീർ തൊട്ട് ഊതി കണ്ണിൽ തടുക. പിന്നീട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: അല്ലാഹുവേ, നിൻ്റെ ബസീർ എന്ന ഈ ഇസ്മിൻ്റെ ഹക്ക് കൊണ്ട് കണ്ണിന് ശക്തി തരയണമേ. ഇത് പതിവാക്കിയവർക്കെല്ലാം കണ്ണിന് ഇന്ന് വരെ കാഴ്ച കുറഞ്ഞിട്ടില്ല. അത് ഫലം കണ്ടറിഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന്. ഇതൊക്കെ ഖുർആനിലുള്ള ചികിത്സാ രഹസ്യങ്ങളാണ്. ഇനി കണ്ണിൻ്റെ ഏത് രോഗത്തിനാണെങ്കിലും യാ നൂറു യാ ബഷീറു യാ അല്ലാ എന്ന് 111 പ്രാവശ്യം ഓതി പെരുവിരലിൽ ഊതി കണ്ണ് തടുകയും ദുആ ചെയ്യുകയും ചെയ്യുക. അതുപോലെ കാഴ്ചക്കുറിന് സൂറത്തുൽ യൂസുഫിലെ 21-ാമത്തെ വചനം 111 പ്രാവശ്യം അതുപോലെ പെരുവിരലിലേക്ക് ഓതിയിട്ട് കണ്ണിൽ തടുക. വല്ലാഹു ആലിമുൻ അലാ അംരി വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ എന്ന്. അതുപോലെ കാഴ്ചശക്തി കുറയുന്ന മാസപ്പിറവി കാണുന്ന സമയത്ത് ഇതും ചെല്ലാം: ഷിഫാഉം മിൻ കുല്ലി ദാഇം ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അതിനുശേഷം 7 പ്രാവശ്യം ഓതിയിട്ട് അത് കണ്ണിൽ തടവുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കണ്ണ് സംബന്ധമായ മറ്റെന്ത് കാര്യങ്ങൾക്കാണെങ്കിലും യാ നൂർ യാ അല്ലാ എന്ന് 1000 പ്രാവശ്യം ഓതിയിട്ട് പെരുവിരലിൽ ഓതി കണ്ണിൽ തടവുക. ഇനിയും അത്ഭുതകരമായ മറ്റൊരു കാര്യം തുറന്നു പറയാം. ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു പ്രത്യേകം ദുആ ചെയ്തൊരു കണ്ണ് 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം യാ അവ്വലു യാ ആഹിറു എന്നതും അതുപോലെ സ്വലാത്തും കൂട്ടിയിട്ട് ആരംഭത്തിലും അവസാനം 100 വീതം ചൊല്ലുക. അതിനിടയ്ക്ക് നിങ്ങൾ ചെല്ലണം യാ നൂറൻ തനവർത്ത് ബിനൂരി ഫി നൂരി നൂരിക്ക യാ നൂർ എന്നതിന് 256 പ്രാവശ്യം ഓതിയിട്ട് പെരുവിരൽ ഊതി കണ്ണിൽ തുടങ്ങി. ഇതിങ്ങനെ തുടർച്ചയായി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഖുർആനിലുള്ള രഹസ്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ നിങ്ങളെ കണ്ണിന് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക.